നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാറിന്റെ പേരിൽ വിമാനങ്ങൾ തിരിച്ചിറക്കുന്നതിൽ ഇന്ത്യൻ വിമാന കമ്പനിക്കെതിരെയാണ് പരാതികൾ അധികവും. മറ്റു രാജ്യങ്ങളുടെ വിമാന കമ്പനികൾ കൃത്യസമയത്ത് സർവീസ് നടത്തുമ്പോൾ ഇത്തരം സംഭവങ്ങൾ തിരിച്ചടിയാകുന്നത് ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്കാണ്. യാത്രയ്ക്കായി എയർ ഇന്ത്യയെ ആശ്രയിക്കുന്ന പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്ന വാർത്തയാണ് അടുത്തിടെയായി പുറത്തുവരുന്നത്. ഇതിനായി ഇനിയും ഒരു കുറവും വന്നിട്ടില്ല. സാങ്കേതിക തകരാർ മൂലം പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരുന്നതും അടുത്തിടെ പതിവ് സംഭവമാവുകയാണ്. ഇത്തവണ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് യാത്രക്കാർക്ക് പണി കൊടുത്തത്. പണി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം പണി. സാങ്കേതിക തകരാർ തന്നെയാണ് ഇത്തവണയും വില്ലനായത്. ഇതേ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് കോഴിക്കോട് വിമാനം 20 മണിക്കൂർ വൈകിയാണ് യാത്ര തിരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് പുറപ്പെടേണ്ട വിമാനം ഉച്ചയ്ക്ക് UAE പ്രാദേശിക സമയം 12:50, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2-നാണ് പുറപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 5-ന് പോകേണ്ട IX-346 വിമാനമാണ് UAE പ്രാദേശിക സമയം 12:30 പുറപ്പെട്ടത്. ചെറിയ കുട്ടികളടക്കം യാത്രക്കാർ 20 മണിക്കൂറിലേറെയായി വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ൽ കഴിയുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2-ന് പുറപ്പെട്ട് 5 മണിയോടെ കോഴിക്കോട് എത്തിച്ചേരുകയായിരുന്നു. ഈ സംഭവം യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. അതേസമയം അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കഴിഞ്ഞ ദിവസം അടിയന്തരമായി തിരിച്ചിറക്കിയ സാഹചര്യമുണ്ടായി. ഒരു എഞ്ചിനിൽ നിന്നും തീ ഉയരുന്നത് കണ്ടതിന് പിന്നാലെയാണ് വിമാനം അബുദാബി വിമാനത്താവളത്തിൽ തന്നെ തിരികെ ഇറക്കിയത്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിൽ എഞ്ചിനുകളിൽ ഒന്നിൽ തീജ്വാല കണ്ടെത്തിയതായി DGCAയും അറിയിച്ചു. പൈലറ്റാണ് തീജ്വാല ആദ്യം കണ്ടത്. പിന്നാലെ പൈലറ്റ് വിമാനം അബുദാബിയിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് IX-348 വിമാനമാണ് അടിയന്തരമായി തിരിച്ചിറക്കിയത്. രാത്രി 1 മണിക്ക് അബുദാബിയിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത്. മൊത്തം 184 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഒരു എഞ്ചിനിൽ സാങ്കേതിക തകരാർ ഉണ്ടാവുകയും തീ പിടിക്കുകയുമായിരുന്നു. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും ഇവരെ ഹോട്ടലിലേക്ക് മാറ്റിയെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നു. അതുപോലെ യന്ത്ര തകരാറിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നിരുന്നു. ഷാർജയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാത്രി 8:30 എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിലാകെ 193 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. വിമാനം ഇറങ്ങുന്നതിന് മുൻപ് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ കണ്ടെത്തിയതോടെ പൈലറ്റ് എമർജൻസി ലാൻഡിംഗിന് അനുമതി തേടുകയായിരുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.